പറയുന്ന നെറികെട്ട ഒരുത്തനെ ദൈവമെന്ന് വിളിക്കുവാൻ ബോധമുള്ള ഒരു മനുഷ്യന് സാധിക്കത്തില്ല, സുബോധമുള്ള ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല, മനസ്സിനകത്ത് നന്മയുള്ള ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. അവനെ വിളിക്കുവാൻ ഒരേ ഒരു പേരേ ഉള്ളൂ, 666 666. Check it out. Thank you. Thank you, brother. Thank you. ജെറി ബ്രദർ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് എക്കി ബ്രദർ രാവിലെ എക്കി ബ്രദർ പറഞ്ഞില്ല ജാമിദ ടീച്ചർ ഇനിയും വരുമ്പം ഒരു കാര്യം ചോദിക്കണമെന്ന്. അതായത് സ്ത്രീയെ തൊട്ട നജസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ ജാമിദ ടീച്ചർ പ്രയർ ലീഡ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതൊന്ന് ജെറി ബ്രദർ കഴിഞ്ഞിട്ട് സാം ബ്രദർ എക്കി ബ്രദർ ചോദിക്കാം. താങ്ക് യു ബ്രോ. ഞാനീ എക്കിബ്രോയ്ക്ക് മെസ്സേജ് ഇട്ടോളം സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നിങ്ങൾ സംസാരിച്ചോ, ഞാൻ കേൾക്കാം. എക്കി ബ്രദർ രാവിലെ പറഞ്ഞില്ലേ ജാമിദ ടീച്ചർ ഇനി വരുമ്പോ ചോദിക്കണം എങ്ങനെ ജാമിദ ടീച്ചർ ഖത്തീബായിട്ട് നിന്നു പ്രയർ ലീഡ് ചെയ്യാൻ ബിഫോർ ഷീ ലെഫ്റ്റ് ഇസ്ലാം. അത് ജാമിദ ടീച്ചർ ഇവിടെ ഉണ്ട്, ചോദിച്ചോളൂ. താങ്ക് യു. ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? മൈക്ക് എടുത്തില്ല. ജാമിദ ടീച്ചറിനെ ലീഡ് ചെയ്തിരുന്ന ഉസ്താദിനെ അവരെവിടെ മുക്കി? അത് ഇതുവരെ ശവം പോലും കണ്ടിട്ടില്ല. താങ്കൾ തന്നെ രാവിലെ ഇത് അല്ല എക്കി ബ്രദറിനെ ചോദിക്കട്ടെ, അതായിരിക്കും നല്ലത്. ജാമിദ ടീച്ചർ ഒരു ക്ലിയർ ആൻസർ പറയുമല്ലോ. എക്കി ബ്രദർ ഒരു സെക്കൻഡ്, ഞാൻ ആ സാബറിനെ ഒരു അഭിനന്ദിച്ചോളെ. ഇത്ര ശക്തമായ ഒരു മെസ്സേജ്, അത് അവരെ നിറയിക്കട്ടടിക്കുന്ന രീതിയിലുള്ളൊരു സംഭാഷണം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ കറക്റ്റ്, വളരെ പൊള്ളിച്ചുകൊണ്ടുള്ളത് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നത്. നന്നായി. 100%. സാമ്പ്രദർ എപ്പോഴും വരാറില്ല, വരുമ്പം കട്ട് ആൻഡ് ഷാർപ്പായിട്ട് പറയും. താങ്ക് യു. എക്കി ബ്രോ? ഇല്ല, എക്കിബ്രോ മൈക്ക് എടുക്കുന്നില്ലല്ലോ. വയ്യാവിളോ ചോദിക്കൂ, സമയം കളയണ്ട. ക്ലിയർ ആവത്തില്ല. എക്കി ബ്രദർ വെയിറ്റ് ചെയ്യായിരുന്നു ജാമിദ ടീച്ചർ വരാൻ വേണ്ടി. പുള്ളി വരും. ടീച്ചർ താഴെ ഇരിപ്പുണ്ട്. ന്യൂക്ലിയർ ആരെങ്കിലും പാനലുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാൻ സാമൂൽ ബ്രദറിന് പറ്റുമോ? ഓഡിയോ കേൾപ്പിക്കാൻ എനിക്ക് 2 സെക്കൻഡ് സമയം തരുമോ? ഞാനത് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാം. പ്ലീസ് എൻജോയ്. നമുക്ക് ഒരാഴ്ച ഓടിക്കാനുള്ള സാധനമാണ് കൂടി പറയുന്നത്. അത് ഈ എക്കി ബ്രദർ വരുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ടോപ്പിക്കിൽ വേണമെങ്കിലും ജാമിദ ടീച്ചർ സംസാരിക്കും. അതായത് സ്ത്രീകളെ തൊട്ട് മുഴുവൻ എടുക്കണമെന്നുള്ളത്. ആ ടോപ്പിക് വേണമെങ്കിൽ ഞാൻ ജാമിദ ടീച്ചറിന് ചോദിക്കാം. മീൻവൈൽ എക്കി ബ്രദർ വരും. ജാമിദ ടീച്ചറിന്റെ അവസരം കൊടുക്കാം. ആക്ച്വലി നേരത്തെ ടീച്ചർ വന്നപ്പോ എനിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല. സോ നേരെ പറഞ്ഞിട്ടില്ല ടീച്ചർ വരുമ്പോ ഒരു കാര്യം ചോദിക്കണം. എങ്ങനെ ടീച്ചർ എക്സ്പ്രഷൻ അതിന്റെ സൗണ്ട് പോയി. ജാമിദ ടീച്ചർ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാവോ? ടോപ്പിക്കിനെ കുറിച്ച് സമയമുണ്ടെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാമോ? അല്ല, ചോദ്യം ഞാൻ കേട്ടായിരുന്നു. അതായത് ജുമാ നമസ്കാരത്തിൽ എങ്ങനെ ലീഡ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? സ്ത്രീകള് നജസാണ് എന്ന് പറയുമ്പോ നജസാണെന്നുള്ളതല്ല, വിസർജ്യത്തോട് ഉപമിച്ചു. എനിക്കറിയാം 4:41 43. കറക്റ്റ്, അത് തന്നെ. 4:43 അത് തന്നെ. ശരി, അതിനു മുമ്പ് എന്തിനാണ് ജുമ്മയ്ക്ക് ലീഡ് ചെയ്തത് എന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 4:43 വരാം. അതായത് ചേകനൂർ മൗലവി വിഭാവനം ചെയ്ത ഒരാശയത്തിലായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി.
അതിനകത്ത് ആദ്യമായിട്ട് ഈ കേരളത്തിൽ ഇസ്ലാമിനെ ഒന്നു തൊട്ട് പോറലേൽപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ചേകനൂർ മൗലവി. കാരണം അദ്ദേഹം ആദ്യം ഈ ഹദീസൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാം, ഹദീസ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഖുർആനിന് നിലനിൽപ്പില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ചേകനൂർ മൗലവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇലയിൽ തളം വയ്ക്കാതെ വേരിൽ തളം വെച്ച ഒരു മനുഷ്യനാണ്. കാരണം ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഇതെല്ലാം വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ചേകനൂർ മൗലവി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും ഭൂമിയിൽ വെച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവര് ഇല്ലാതാക്കിയത്. അതിൽപ്പെട്ട പ്രതികളെയൊക്കെ പിന്നീട് സുപ്രീം കോടതി വരെ എത്തിച്ചു. പിന്നീട് ഞാൻ ആ സംഘടനയിൽ നിന്ന് പോയി. ഞങ്ങൾ പിന്നീട് സുപ്രീം കോടതിയിൽ വീണ്ടും അപ്പീലിന് പോകണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും ഒക്കെ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. നാളെ പരലോകത്ത് ചോദിച്ചോളുമെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു. പിന്നീട് പണം വാങ്ങിച്ച് കോംപ്രമൈസ് ചെയ്തു എന്നൊക്കെ പല ആളുകളും പറഞ്ഞറിഞ്ഞു. എന്തോ ആവട്ടെ, അത് പോയി. അപ്പൊ ചേകനൂർ മൗലവി ആദ്യമായിട്ട് വിഭാവനം ചെയ്തത് ഹദീസുകൾ ഇല്ല, ഖുർആൻ മാത്രം പ്രമാണം. ഈ ഖുർആൻ പ്രമാണം വെച്ച് നോക്കിയാല് യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കുതിബ അലൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, അത് നോമ്പ്. പിന്നെ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം, അവിടെയും സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, നമസ്കാരം, ഇതിലെല്ലാത്തിനും സത്യവിശ്വാസികളെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹ റിജാൽ, ഏ മുസ്ലിം പുരുഷന്മാരെ എന്ന് വിളിച്ചിട്ടില്ല. യാ അയ്യുഹൽ മുസ്ലിമൂൻ, ഏ മുസ്ലിം പുരുഷന്മാരെ, അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചേകനൂർ മൗലവിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എൻ്റെ പള്ളിയിൽ, ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ജുമുഅ നമസ്കാരത്തിന് ലീഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ സംഘടനയിലേക്ക് വരുന്നതും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കുക. അതായത് എന്താ സ്ത്രീകൾ ജുമുഅയ്ക്ക് ലീഡ് ചെയ്താൽ കുഴപ്പം എന്താ? പടച്ചോന്റെ സിംഹാസനം അടർന്നു വീഴുമോ എന്ന ചോദ്യം ചേകനൂർ മൗലവി ചോദിച്ചത് വീണ്ടും സമൂഹത്തിൽ ഒന്ന് ചോദിച്ചിട്ടതാണ്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ ഇതിനെ സംബന്ധിച്ച് ആ സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ ആളുകൾ പറയുന്നുണ്ട്. ഇന്ന് അത് തന്നെ ആകെ 4, 3, 7 പേരെ ഉള്ളെങ്കിൽ പോലും 70 വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു. അവരിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ മാത്രം പ്രമാണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് അഹ്ലുസമാൻകാര്. അവര് പറയുന്നത് ഖുർആനിലെ മുഹമ്മദ് അല്ല. അതായത് നമ്മൾ കാണുന്ന ഒരു ഗ്ലാസ്, അത് ശരിക്ക് ഗ്ലാസ് അല്ല, അത് ആശയപരമായിട്ട് അതിനെ വായിക്കണമെന്നാണ് പറയുന്നത്. മുഹമ്മദിനെ ആശയപരമായി വായിക്കണം. അതായത് ഇന്നുവരെ ലോകത്ത് ആരും കണ്ടിട്ടില്ലാത്ത ആശയ അർത്ഥങ്ങൾ കൊടുത്തിട്ട്, കാരണം അവർക്കറിയാം ഇത് നേർക്കുനേരെ പറഞ്ഞാൽ ഇതിന് നിലനിൽപ്പില്ലാന്ന്, ഒരു ഡിക്ഷണറിയിലും ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ടാണ് അവരതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹദീസുകൾ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീ വിരുദ്ധതകൾ കിട്ടുന്നത്. അപ്പോ ചേകനൂർ മൗലവിക്ക് അറിയാം ഖുർആനിനകത്തും എമ്പാടും സ്ത്രീ വിരുദ്ധതകളുണ്ട്, മാനവ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകളെ അങ്ങേ അറ്റം എതിർക്കുകയും സ്ത്രീകളെ രണ്ടാംകിട പൗരയായിട്ട് കണ്ട് മാറ്റി നിർത്തുകയും ചെയ്ത ഒരു സമൂഹത്തിനകത്ത് നിന്ന്, ആ സമുദായത്തിനകത്ത് നിന്ന് തന്നെ ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എല്ലാത്തിലും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ. പെണ്ണിന് പകുതി അനന്തരാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഇതായിരുന്നു: പെണ്ണ് കലപ്പയെടുത്ത് പറമ്പിൽ കിളയ്ക്കാനിറങ്ങുന്ന കാലമായാൽ അവൾക്കും അവനും തത്തുല്യമായത് കൊടുക്കണമെന്ന്. അതായത് പെണ്ണ് പഠിക്കുന്നു, അവൾ എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ മഹാനായിരുന്നു അദ്ദേഹം. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം അധ്യാപകനായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെക്കുറിച്ച്. അതുപോലെ അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ വിറ്റ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അഹോരാത്രം പ്രയത്നിച്ചു. ആ കാലഘട്ടത്തിൽ പോലും ദൂരദർശനിലൊക്കെ ഇത്തരം ഇസ്ലാമിലെ ഹദീസുകൾക്കെതിരെ, മാനവരാഹിത്യത്തിനെതിരെ സംസാരിക്കാൻ ഒരു 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 സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലുതാണത്. ഒരു പ്രസ് ഉണ്ടാക്കി, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ ലഘുലേഖകൾ അടിച്ചിറക്കി ഈ പണ്ഡിതന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പബ്ലിക്കായിട്ട് ഇറങ്ങി നിന്ന് ചോദിക്കുക, ഞാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ സംവദിക്കാനുണ്ടോ? ധൈര്യമായിട്ട് വായോ, സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റാതായപ്പോഴാണ് അദ്ദേഹത്തെ ഇവർ ഇല്ലാതാക്കിയത്. അദ്ദേഹം ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളായിരുന്നില്ല. ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം അതൊക്കെ അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ സ്റ്റേജുകളായിരുന്നു.
ആദ്യം ഹദീസുകളെ മാറ്റി നിർത്തി, പിന്നീട് അദ്ദേഹം നമസ്കാരത്തിൽ കൈവച്ചു. നിങ്ങൾ ഈ വിളിക്കുന്നത് പോലെ അല്ല നമസ്കാരം, എന്താ നിക്കറിട്ട് നമസ്കരിച്ചാലോ എന്ന് ചോദിച്ചിട്ട് 1960-70 വെറും നിക്കറ് മാത്രം ഇട്ട് പള്ളിയിൽ നിന്നിട്ട് 3 വക്ത് നമസ്കരിച്ച വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഇവരൊക്കെ ചോദിച്ചോ പറഞ്ഞു, അല്ലടാ നിന്റെയൊക്കെ ഹദീസുകളിലല്ലേ പറഞ്ഞത് അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നതെന്ന്, എൻ്റെ ഹൃദയത്തിന് തുണി എന്തിനാണെന്ന് അന്ന് ചോദിച്ച ഒരു മഹാനാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ നമസ്കരിച്ചത് എന്തിനാണ് എന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഒരു സ്ത്രീ മുന്നേറ്റമായിരുന്നു പ്രതിനിധാനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനും ഇത് പുരുഷന്മാരും മാത്രം ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നും ലോകത്തെ ഒന്ന് ഉണർത്തുക എന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ക്ലിയർ ആയോ? അതെ അതെ. ജാമിദ ടീച്ചറെ, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. അത് ഈ BKM-ന് നിങ്ങളൊരു സ്ത്രീയല്ലേ, അപ്പം നിങ്ങൾക്ക് ജാമിദ ടീച്ചർ പറഞ്ഞതിൽ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചാട്ടിലിരുന്ന് കയറി പോകുന്നത്. ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജാമിദ ടീച്ചറെ, നിങ്ങൾ എന്തിനാണ് കൊടുത്തത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. എന്റെ അതിനോട് ചേർന്ന് ഞാൻ വണ്ടടിച്ച ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലോകത്തിൽ നിന്ന് ഇപ്പൊ ഈ സൂറ 4-43 ഇങ്ങനെ കിടക്കുമ്പോൾ മറ്റ് മുസ്ലിങ്ങളിൽ നിന്നൊരു വിമർശനം ഈ വിധത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ശരിക്കും അതത്ര ഈസി ആയിരുന്നോ? അതായത് ഈ മലമൂത്ര വിസർജനത്തോടൊപ്പം തന്നെ ചേർത്ത് ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ ഉളു എടുക്കണം എന്നൊരു ആയത്ത് കിടക്കുമ്പോൾ ഞാന് ഈ ആഴ്ച ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. ഒരു സ്ത്രീ ഉണ്ട്, അവര് ഭയങ്കര സോഷ്യൽ മീഡിയയില് കോറയാണ് അവരുടെ പേര്. അവര് ഭയങ്കര ദാവാ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവർക്കെതിരെ ഇപ്പൊ മുസ്ലിം പണ്ഡിതന്മാര് പറയാണ്, നീ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ പോലും, അപ്പൊ അവര് ഫുൾ ഈ നിക്കാവ് പർദ്ദ മുഖം മൊത്തം മൂടിക്കൊണ്ട് കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടാണ് ഈ ദാവാ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പൊ പറയാണ്, നീ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ പോലും നിന്റെ ശബ്ദം പുരുഷന്മാര് കേൾക്കുന്നുണ്ടല്ലോ, അത് അവർ തിക്കിളി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഥവാ നിനക്ക് ദാവാ പ്രവർത്തനം ചെയ്യണമെങ്കിൽ നീ പ്രൈവറ്റ് ആയിട്ട് സ്ത്രീകളോട് ദാവാ പ്രവർത്തനം ചെയ്തുകൊള്ളൂ എന്നുള്ളതാണ്. 1 അല്ല 2 അല്ല 3-4 പണ്ഡിതന്മാര് സോഷ്യൽ മീഡിയയിൽ ഈ ആഴ്ച ആ സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഒരു സ്ത്രീയുടെ ശബ്ദത്തെ പുറം ലോകം കേൾക്കരുത്, അല്ലെങ്കിൽ പബ്ലിക് കേൾക്കരുത് എന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ആഴ്ചയിൽ മുസ്ലിം പണ്ഡിതര് ഇംഗ്ലീഷില്, അതായത് ഇംഗ്ലീഷിൽ ഞാൻ പറയാൻ കാരണം ഇതൊരു അറബിയിൽ ആരെങ്കിലും പറയുന്നതല്ല, വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്കയിൽ ഇരുന്ന് ഒരു ദാവാ പ്രവർത്തനം നടത്തുന്ന ഒരു പെണ്ണിനോട് ഉപദേശിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അത്രമാത്രം ഉള്ളപ്പോൾ ടീച്ചറെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പൊ അത് എത്ര വർഷമായി കാണും, 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവാം. അപ്പോ അത് പൊതു മുസ്ലിം സമൂഹത്തില് അത് ഒരു പ്രോബ്ലം ആയിട്ടില്ലേ? ആ വിധത്തിൽ എങ്ങനെയായിരുന്നു ഒരു പൊതു സമൂഹത്തിന്റെ ഒരു പ്രതികരണം എന്നുള്ളത്. എനിവേ, ഈ ചേകന്നൂർ മൗലവിയുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, അതെനിക്കറിയാം. അദ്ദേഹം ഒരു നൂതന ആശയക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഖുറാനിസ്റ്റിനെ പോലെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു ഇസ്ലാമിൽ മാറ്റം വരുത്തണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ പുള്ളിക്കാരന്റെ ആ നിയറസ്റ്റ് സംഘം, പുള്ളിക്കാരനോ അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഏറ്റവും അടുത്ത ആളുകളുടെ ഒരു സപ്പോർട്ട് ടീച്ചർക്ക് ഡെഫിനറ്റ്ലി കിട്ടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അത് അപ്രീഷ്യബിളും ആണ്. എന്നാൽ പൊതുവെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു അപ്രോച്ച് താങ്കളോട് എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് പറയണേ. ഈ 4-43 കൂടി ഒന്ന് പറഞ്ഞേ. 4-43 പറയാൻ എമ്പാടുമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പിന്നീട് ഞാൻ സംസാരിക്കാം, എന്തായിരുന്നു തീരുന്നതിന് മുമ്പ് തന്നെ. ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് പറയാം. ഇത് പറഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് അവിചാരിതമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ചെറുകോട് എന്ന് പറയുന്ന സ്ഥലം, വണ്ടൂര്, അവിടെ നമ്മൾക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസിനകത്ത് ഞങ്ങളിങ്ങനെ ഒരു മീറ്റിങ്ങിൽ കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 10-28 പേരോളം ഉണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പം 3 സ്ത്രീകളുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ വെള്ളിയാഴ്ച ഒന്ന് ഒരു ജുമുഅയ്ക്ക് നമസ്കരിക്കാൻ ടീച്ചറിന് പറ്റുമോ? വെള്ളിയാഴ്ച നമുക്കൊന്ന് ജുമുഅ നമസ്കരിച്ചാലോ? അത് മീറ്റിംഗ് കൂടുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. ശരി, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല, ജുമുഅ നമസ്കരിക്കാൻ കുഴപ്പം. നമ്മൾ പെട്ടെന്നാണ് നമ്മളത് തീരുമാനിക്കുന്നത്. എല്ലാവരും കൂടി ഇരിക്കുന്നു, വ്യാഴാഴ്ചയാണ്, ശരി നാളെ തന്നെ നമുക്കങ്ങ് നമസ്കരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് അട്ടഹാസം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒന്നതാണ്. 2, ഈ നമസ്കരിച്ച ദിവസം ഒരുപാട് മാധ്യമങ്ങൾ വന്ന് ഈ സ്ഥാപനത്തെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ
ഒരുപാട് മുസ്ലിം പുരോഹിതന്മാരും സംഘടനാ വൃത്തങ്ങളും ഒക്കെ ഞാൻ കാഫിറാണെന്നും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഒരുപാട് കിംവദന്തികൾ ഇവർ മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞു. പക്ഷെ അതിലേറെ രസകരമായ ചില വസ്തുത ഈ വിഷയം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ വണ്ടൂര് ഒരു 8 മണി മുതൽ 10:30 മണി വരെ ഓഡിയൻസിന് ചോദ്യം ചോദിക്കാനും. ഇടപെടുന്നതിൽ ക്ഷമിക്കും, ഒരു അല്പം കൂടെ വോയിസ് വേണം. നമ്മുടെ യൂട്യൂബിലും കൂടെ പോകുന്നുണ്ട്. കേൾക്കുന്നില്ല? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് കുറവാണ്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കും. ഇപ്പൊ ഓക്കെ ആയോ? ബെറ്റർ. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ആശയ വിശദീകരണ യോഗം എന്ന് പറഞ്ഞിട്ട് വണ്ടൂര് അന്ന് രാത്രി തന്നെ 8 മണി മുതൽ ഏതാണ്ട് 10:30 മണി വരെ ഒരു ഓപ്പൺ ഡിബേറ്റ് വെച്ചിരുന്നു. അന്ന് തന്നെ ആ വെള്ളിയാഴ്ച 2018 ജനുവരി 20. ഇല്ല, ഇപ്പൊ ഇല്ല. ഞാൻ പിന്നീട് എടുത്തോളാം. ഞാൻ താഴ്ത്തോട്ടാക്കിയിട്ടുണ്ട്. ടീച്ചർ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, ടീച്ചർ കണ്ടിന്യൂ ചെയ്തു. വേറെ ആരും ഇനി പുതിയ ആൾക്കാർ ഇപ്പൊ എടുക്കല്ലേ കേട്ടോ. പുതിയ ആൾക്കാർ ഇനി എടുക്കല്ലേ. ഓക്കെ. അപ്പൊ ആശയ വിശദീകരണ യോഗം ഓപ്പൺ ഡിബേറ്റ് ആണ്. അന്ന് തന്നെ മാധ്യമങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. ഡിബേറ്റ് നേരം വെളുക്കുന്നതു വരെ നിങ്ങൾക്ക് ഞാൻ ചെയ്തതിനെ സംബന്ധിച്ച് ചോദിക്കണമെങ്കിൽ ഉത്തരം ഞാൻ തരാം. അങ്ങനെയാണ് 8:30 മണി മുതൽ. അത് ഓപ്പൺ ഡിബേറ്റ് ആണ്. ഒരു പൊതുവേദിയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഓഡിറ്റോറിയമോ ഏതെങ്കിലും മതിലുകളുള്ള സ്ഥലമോ ഒന്നും ആയിരുന്നില്ല. വലിയൊരു മൈതാനം, അവിടെയായിരുന്നു ആശയ വിശദീകരണ യോഗം. അപ്പൊ എന്തുകൊണ്ടാണ് നമസ്കരിച്ചത്, എന്തുകൊണ്ടാണ് ഹദീസുകളെ എടുക്കാത്ത കാരണം, എന്തുകൊണ്ടാണ് ഖുർആനിനെ മാത്രം പ്രമാണമായി കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് ആ 2.5 മണിക്കൂർ അവിടെ സംസാരിച്ചിട്ട് പോലും ഒരുപാട് സംഘടനാ നേതൃത്വങ്ങൾ വന്നിറങ്ങി. ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് 2 കാലിൽ നടന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ വലിയ രൂപത്തിൽ ഒരു പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയൊക്കെയായിരുന്നു ആ പ്രോഗ്രാം ചെയ്തിരുന്നത്. ആദ്യം ആ പ്രോഗ്രാം ഹലോ, വയ്യവേലിയുടെ മൈക്ക് ഓപ്പൺ ആണ്. വയ്യവേലി മൈക്ക് ഓപ്പൺ ആണ്. ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ അദ്ദേഹത്തെ? അറിയാതെ ഓപ്പൺ ആയി പോയതായിരിക്കും. ഓക്കെ, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോ. എന്നിട്ട് ഈ 2.5 മണിക്കൂർ ഈ പെണ്ണൊരുത്തി നിന്നിട്ട് ഈ ആശയം വിശദീകരിച്ചിട്ട് ഒരാൾക്ക് പോലും എന്നോടൊരു ചോദ്യം ചോദിക്കാനോ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നോ പറഞ്ഞിട്ട് ഒരു മറു വിശദീകരണ യോഗം വയ്ക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഈ യോഗം അവര് എങ്ങനെയെങ്കിലും ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ശ്രമിച്ചു. എൻ്റെ പ്രോഗ്രാമിനിടയ്ക്ക് ഇവർ പടക്കം പൊട്ടിക്കുകയും ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഒരു ഇഞ്ചും പിന്മാറിയില്ല. ജീവനോടെ പോകണമെന്നൊന്നും എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചെയ്തത് എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കണമെന്ന് തന്നെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരെനിക്കൊരു മറുപടി എന്ന് പറഞ്ഞൊരു വിശദീകരണ യോഗം വയ്ക്കാമെന്ന് പറയുകയല്ലാതെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, വച്ചിട്ടുമില്ല. അത് അവരന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും ജാമിദായ്ക്ക് ഇതിന് മറുപടി പറയുമെന്ന് പറഞ്ഞു. ഒരിക്കലും വെച്ചിട്ടില്ല. 2018 ജനുവരിക്ക് ശേഷം ഇത്രയും നാളായിട്ടും ഇവരത് ചെയ്തിട്ടില്ല. അപ്പോ പിന്നീട് ഇവർ ഒരുപാട് പുരോഹിതന്മാര് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു അവള് കാഫിറാണ്, അവള് പുറത്തു. അതേപോലും എന്തുകൊണ്ട് നമസ്കരിച്ചു, ഞാൻ ഖുർആനിന്റെ വാക്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. ഖുർആനിനകത്ത് എവിടെയെങ്കിലും പുരുഷൻ മാത്രം നമസ്കാരത്തിന് ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പുരുഷൻ മാത്രം നമസ്കരിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്. ജുമുഅ നമസ്കാരത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടേക്ക് ധൃതിയുള്ളവരായിക്കൊണ്ട് എത്തണമെന്നാ പറഞ്ഞത്. അവിടെ പുരുഷന്മാരെ എന്ന് വിളിച്ചിട്ടില്ല, സത്യവിശ്വാസികളെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ആ വിശ്വാസികളെ എന്ന് വിളിച്ചതിൽ സ്ത്രീയും പുരുഷനും പെടും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു സ്ത്രീ അതേ സ്ഥാപനത്തിൽ തന്നെ ജുമുഅയ്ക്ക് ലീഡ് ചെയ്തു. അടുത്ത വെള്ളിയാഴ്ചയും അങ്ങനെ തുടർന്ന് 3 വെള്ളിയാഴ്ചകളിൽ മറ്റൊരു ഞങ്ങളുടെ തന്നെ ഒരു സംഘടനാ നേതാവിന്റെ ഭാര്യയാണ്, അവരാണ് നമസ്കാരത്തിന് ലീഡ് ചെയ്തത് അവിടെ. അല്ലാതെ ഞാൻ മാത്രമല്ല. പിന്നീട് ഇവർ ചോദിച്ചു എന്താ നിങ്ങൾ തുടർന്നാല് എന്ന് ചോദിച്ചു. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ തുടക്കക്കാര് തന്നെ, നമ്മൾ തുടങ്ങി വെക്കും, ബാക്കി പിന്നിൽ വരുന്ന ആളുകളാണ് അത് തുടർത്തി കൊണ്ടുപോകുക. പിന്നെ രണ്ടാമത് ചോദിച്ചത് സ്ത്രീയെ മാലിന്യത്തോട് ഉപമിച്ചു, കറുത്ത പട്ടിയോടും കഴുതയോടും ഉപമിച്ചു. പിന്നെ
മനുഷ്യൻ ഒരുപാട് ആഡംബര വസ്തുക്കളോട് പ്രിയമുണ്ടാകും. അതുപോലെ ഭൗതിക വസ്തുക്കളോടൊക്കെ സ്ത്രീയെ ഉപമിച്ചിട്ടുണ്ട്. സുഹൃത്തെ, ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിൽ എന്ത് പറയുന്നു സ്ത്രീകളെ സംബന്ധിച്ച്, ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു എന്ന് അറിയാത്ത ടീംസ് ആണ് മുസ്ലിങ്ങൾ. ഇവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവരുടെ മതഗ്രന്ഥം നന്നായിട്ട് വായിച്ചിട്ടില്ല. രാവിലെ ഞാൻ വന്നത് എക്യുപ്പും മറ്റേ ആളും കൂടി തമ്മിൽ സംസാരിച്ചപ്പോഴത്തേക്കിന് അതിനകത്ത് ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ സ്പീക്കേഴ്സ് പാനലിൽ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു. അപ്പൊ എന്നെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഈ പുള്ളികൾ പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിയും വള്ളിയും ഒന്നും വേണ്ട, നമുക്ക് വെറും ഒരു കാര്യം മാത്രം എടുത്താൽ മതി. ഇപ്പോ ബർറ്, ബിർറ്, ബുർറ്, അതിന് ഒരു ഹർക്കത്തും വേണ്ട, എല്ലാത്തിനും ശ്രദ്ധ ഉണ്ട്. അതായത് കട്ടിയാക്കുന്നതിന് പറയുന്നവരാണ് ശ്രദ്ധ. അപ്പൊ ബർറ് എന്ന് പറഞ്ഞാല് ഗോതമ്പ് മണി, ബിർറ് എന്ന് പറഞ്ഞാല് നന്മ, അല്ല ബർറ് എന്ന് പറഞ്ഞാൽ കര, ബിർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണി, ബുർറ് എന്ന് പറഞ്ഞാല് പിന്നെ ഒന്ന് കര, ഒന്ന് നന്മ, ഒന്ന് ഗോതമ്പ് മണി. മൂന്നും ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഇതിന് ആ ഈ ഉ ഈ ചിഹ്നം ഒന്നും ഇടണ്ട. ബർറ്, ബിർറ്, ബുർറ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ബർറ് കര, ബിർറ് നന്മ, ബുർറ് ഗോതമ്പ് മണി. ഇതെങ്ങനെയാ മനസ്സിലാകുക നമുക്ക്? ഈ ഖുർആനിന് വള്ളിയും പുള്ളിയും ഇട്ടത് പോലും ആരാണ് എന്നിവർക്കറിയില്ല. പ്രവാചകനല്ല, പ്രവാചകന്റെ ഖുർആൻ എഴുത്തുകാരല്ല, പ്രവാചകന്റെ 4 ഖലീഫമാരല്ല, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 അനുചരന്മാരല്ല, പ്രവാചകന്റെ സ്വഹാബികളല്ല, താബിഇകളല്ല, താബിഇകളല്ല, പ്രവാചകന്റെ ശത്രുപക്ഷത്ത് നിന്ന അക്രമകാരിയായ ഭരണാധികാരി എന്ന് അറിയപ്പെടുന്ന ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആശയപ്രകാരം ഇതിനൊക്കെ ഹർക്കത്ത് എന്ന് അതിന് പറയുക, ചലനങ്ങൾ, ആ ഈ ഉ എന്നുള്ള ചിഹ്നങ്ങൾ ഇടുന്നത് തന്നെ. അതുപോലും അറിയാത്ത ഒരാളാണ് രാവിലെ എക്യു ബ്രദറുമായിട്ട് വന്നിട്ട് ആധികാരികമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയല്ലേ, അതിനകത്ത് ഇടപെടണ്ടെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം, സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് സ്ത്രീകൾക്ക് അറിയില്ല. അവരാരെങ്കിലും സമ്മതിച്ചു തരുമോ വിസർജ്യത്തോടാണ് നമ്മളെ ഖുർആൻ പറഞ്ഞതെന്ന്, കറുത്ത പട്ടിയോടാണ് നമ്മളെ ഉപമിച്ചതെന്ന്, വസ്ത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് നമ്മളോട് നമ്മളെ കുറിച്ച് പറഞ്ഞത് വസ്ത്രം എന്നാണ്. നിങ്ങൾ തുണി മാറുന്നത് പോലെ പെണ്ണുങ്ങളെ മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ? കൃഷിസ്ഥലമായിട്ടാണ് നമ്മളെ ഉപമിച്ചത് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരുമോ? വെറും ഒരു ഭോഗവസ്തുവായി, ഒരു സെക്സ് ടോയ് ആയിട്ടാണ് സ്ത്രീകളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? ഇല്ല. ഞാനും ഇതിനകത്ത് നിന്ന സമയത്ത് ഇങ്ങനെ തന്നെയാ ചിന്തിച്ചത്. ഇസ്ലാം മാത്രമാണ് ആത്യന്തികമായി ശരി, ഇതിനപ്പുറത്തേക്കൊരു ശരിയേ ഇല്ല. ഇനി 4:43 വരാം. ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞു. അതെന്താ ഒറ്റയടിക്ക് ഇത് പറയാൻ പടച്ചോൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ? ഇവരെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പടച്ചോൻ അറിയില്ലായിരുന്നോ? ഞാനിപ്പോ ഉദാഹരണം പറയാം. ഇപ്പൊ എക്യു ബ്രദർ ഇബ്ലീസ് ആണെന്ന് വിചാരിച്ചോ. എക്യു ബ്രദറിനോട് അള്ളാഹു പറയുവാണ്, തിങ്കളാഴ്ച നീ സുജൂദ് ചെയ്യണേ എന്ന് പറയുന്നു. ഞായറാഴ്ച തന്നെ അള്ളാഹുവിന് അറിയില്ലേ എക്യു ബ്രദർ സുജൂദ് ചെയ്യില്ല എന്ന്? ഇബ്ലീസ് സുജൂദ് ചെയ്യത്തില്ല എന്നറിയില്ലേ? പിന്നെ എന്തിനാണത് പറയുന്നത്? അപ്പോ ഇത് ഈ മദ്യം ഇവർ ഉപേക്ഷിക്കുമോ? പടിപടിയായിട്ട് ഇവരോട് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അറിയാത്തവനല്ല പടച്ചോൻ. പടച്ചോൻ അറിയാം അതെല്ലാം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അടുത്ത പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനിയും ജനാപത്തുകാരായിരിക്കുമ്പോൾ, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കുളിക്കാത്ത ആളുകളെയാണ് ജനാപത്തുകാരെന്ന് പറയാം. അപ്പോ ഇനിയും വഴിപോക്കരാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളുകളൊന്നും നമസ്കാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞത്. നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ. ഇനി നിങ്ങൾ രോഗി അല്ലെങ്കിൽ യാത്രക്കാരാണെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മലവിസർജനത്തിൽ നിന്ന് വരുവാണെങ്കിൽ, അതല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് സംസർഗം ചെയ്തിട്ട് വരുവാണെങ്കിൽ, അവിടെയാണ് മലമൂത്ര വിസർജനത്തെ സ്ത്രീകളുമായിട്ട് അള്ളാഹു യോജിപ്പിക്കുന്നത്. അതിലാണ്. അപ്പോ സ്ത്രീ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് പോലും വിരോധമുണ്ട്. അള്ളാഹു പുരുഷനാണ്. അള്ളാഹുവിനെ എവിടെയും ഹിയ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല,
ഹുവ. ഹുവ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, അവൻ. എല്ലായിടത്തും അവൻ 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 എന്ന് മാത്രമേ അള്ളാഹുവിനെ കാണാൻ പറ്റുള്ളൂ. അവർ എന്ന് പറയില്ല, അവൾ എന്നും പറയില്ല. അപ്പോ ഇത് നോക്ക്, നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ശുചിത്വത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അതേപോലും ഇതിനെ നമുക്ക് വിമർശന വീക്ഷണങ്ങളിലൂടെ, അതല്ലെങ്കിൽ യുക്തിപരമായി, അതല്ലെങ്കിൽ സാമൂഹികമായിട്ടും നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക നിയമങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യം, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ അതല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനം അവതരിക്കുന്നത്. അതായത് അവർക്കു മാത്രമാണ് അറബി ഭാഷയിൽ, പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ ആ സാഹചര്യങ്ങളെ മുൻനിർത്തി അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അക്കാലത്ത് മദ്യപാനം ഒരു പക്ഷേ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം. ഒറ്റയടിക്ക് നിരോധിച്ചാൽ പഠിച്ചോൻ എന്താ കുഴപ്പം? ഇപ്പോ ഒരു പെണ്ണ്, അതായത് പ്രവാചകന്റെ വളർത്തുമകന്റെ ഭാര്യ, ആ കൊച്ചിനെ കെട്ടുമ്പോ അന്ന് വരെ അവിടെ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ അതല്ലല്ലോ. വളർത്തുമകനെ സ്വന്തം മകനെ പോലെ കാണുകയും അവന്റെ ഭാര്യയെ സ്വന്തം മകളെ പോലെ കാണണം എന്നുമൊക്കെ ശഠിച്ചിരുന്ന, അങ്ങനെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഒറ്റയടിക്ക് അവളെ നിന്റെ ഭാര്യയായിരിക്കുന്നു അള്ളാഹു പ്രയോഗിച്ച പദമാണ്. 33-37 തോന്നുന്നു. അള്ളാഹു പറയാണ്, നാം നിനക്ക് അവളെ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു. അവിടെ അന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും ഏറെ വിരുദ്ധമായ ഒരു ആശയമാണ് പറയുന്നത്. അപ്പോ ഒറ്റയടിക്ക് മദ്യം നിരോധിച്ചാൽ ജനങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്ന് പടച്ചോൻ അറിയാമായിരുന്നു നേരത്തെ. ഒറ്റയടിച്ച് പടച്ചോനല്ലേ, പടച്ചോന് മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ പറ്റത്തില്ലേ? ഘട്ടം ഘട്ടമായിട്ടുള്ള വികസനം എന്തിനാണ് സൃഷ്ടാവിന്? അത് ശരിയല്ലല്ലോ. മനുഷ്യൻ പെട്ടെന്നുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നവരാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയണം, മനുഷ്യനെ അത് ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനല്ലേ പടച്ച റബ്ബ്. അപ്പൊ ഒരു സമൂഹത്തിൽ ഒറ്റയടിക്ക് അത് നിരോധിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ നേരിട്ടറിയുന്ന പടച്ചോൻ ആ പ്രത്യാഘാതങ്ങളെ ഇല്ലാതാക്കിയാൽ പോരായിരുന്നോ? മദ്യം ഒരു ആസക്തിയാണ് എന്ന് പറയുമ്പോൾ അത് ഹറാമാണ് എന്നല്ല പറഞ്ഞത്, അതിനകത്ത് നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് പറഞ്ഞു, ഉപദ്രവമുണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാത്തിലും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ മദ്യം ഒറ്റയടിക്ക് നിർത്താതെ പടച്ചോൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകണമായിരുന്നോ? അതൊരിക്കലും ശരിയല്ല. അത് പടച്ചോന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതില് മനുഷ്യനെ പാകപ്പെടുത്താൻ പടച്ചോന് സാധിക്കാതെ പോയി. അതായത് എന്തിനാണ് പടച്ചോൻ ഇവരെങ്ങനെ സ്വീകരിക്കുമെന്ന് പേടിക്കുന്നത്? എന്തിനാ? അള്ളാഹു സർവശക്തനല്ലേ, മനുഷ്യന്റെ മനസ്സു മാറ്റാനും മദ്യത്തോടുള്ള ആസക്തി ഇല്ലാതാക്കാനും പടച്ച റബ്ബിന് പറ്റില്ലേ? പിന്നെന്തിനാണ് ഈ കാലതാമസം? ആരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? അള്ളാഹു ആരെയാണ് പേടിക്കുന്നത്? ഇനി ആ കാലഘട്ടത്തില് ഇപ്പം സാന്ദർഭികമായി പടിപടിയായിട്ട് ഇല്ലാതാക്കാനാണെങ്കിൽ പടിപടിയായിട്ട് തന്നെ പ്രവാചകന് വളർത്തുമകന്റെ ഭാര്യയെ ചേർത്തു കൊടുക്കാമായിരുന്നല്ലോ. അതിന് പടച്ചോൻ ഒരു പേടിയും കാണിച്ചില്ലല്ലോ. ദത്തെടുത്ത കുട്ടിയല്ലേ സെയ്ദ്, അയാളുടെ ഭാര്യയായിട്ടുള്ള സൈനബ് ബിന്ത് ജഹ്ഷ്. ആ ചരിത്രത്തിലേറെ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണിത്. ഇനി ഇസ്ലാമിക വിശ്വാസ പ്രകാരം ദൈവികമായ ഒരു തീരുമാനം, ഒരു തന്റെ കല്യാണത്തിനൊക്കെ പടച്ചോൻ എന്താണ് ഈ കാര്യം? പ്രവാചകന്റെ കല്യാണ കാര്യങ്ങളും പ്രവാചകന്റെ ലൈംഗിക കാര്യങ്ങളും പ്രവാചകന്റെ അടുക്കള കാര്യങ്ങളും പ്രവാചകന്റെ ആത്മഹത്യാ ടെൻഡൻസിയും പ്രവാചകനോട് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരമിറക്കാനും ഇതൊക്കെ പടച്ചോൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അറേബ്യയിൽ അന്ന് വളരെ മാനവികതയുള്ള ജനതയായിരുന്നു. ദത്തെടുത്ത മകനെ സ്വന്തം മകനെ പോലെ കണക്കാക്കുക എന്നതായിരുന്നു അവരുടെ അന്നത്തെ കസ്റ്റം. പിന്നീട് ആ മകന് തന്റെ അനന്തരാവകാശം പോലും കൊടുത്തു. എന്നിട്ട് ദത്തെടുത്ത മകന്റെ ഭാര്യയെ പിതാവ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ സാമൂഹിക പാപമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അതിനെ പെട്ടെന്ന് പടച്ചോന് മാറ്റാൻ പറ്റിയല്ലോ. ഈ ആചാരം തെറ്റാണെന്നും ദത്തെടുത്ത കുട്ടി യഥാർത്ഥ മകനല്ലെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പടച്ചോൻ ഉപദേശിക്കുവാണല്ലോ. ഇല്ല, നബി പോലും അത് ശരിയല്ല എന്ന് വിചാരിച്ചപ്പോ പടച്ചോൻ അവിടെ നിന്ന് പറയാണ്, എന്തിനാടാ മുഹമ്മദേ ഞാൻ നിനക്ക് അനുവദിച്ച ഒരു കാര്യം, നീ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുന്നത്? അത് അവരങ്ങ് വിചാരിച്ചോട്ടെ, നിനക്ക് നാം അവളെ കെട്ടിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ ചോദിക്കുന്നത്, ഇത് പ്രവാചകന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദത്തെടുത്ത മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് വഴി
അക്കാലത്തെ സാമൂഹികമായിട്ടുള്ള വലിയ ഒരു എതിർപ്പിനെ നേരിട്ടു എന്നതല്ല സത്യം. ആ പെണ്ണിനെ കണ്ടപ്പോൾ നബിക്ക് മോഹമുദിച്ചു എന്നാ അത്തബിരി പറഞ്ഞത്. അപ്പോൾ മദ്യനിരോധനം പോലെ ഘട്ടം ഘട്ടമായിട്ട് ഇതിനെയും അള്ളാഹുവിന് എന്തെങ്കിലുമൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കാമായിരുന്നല്ലോ, സ്വീകരിച്ചില്ല. ഇനിയും മറ്റേ മലമൂത്ര വിസർജനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ആലോചിച്ച് നോക്കണം. മലമൂത്ര വിസർജനം എങ്ങനെ നടത്തുന്നു? അപ്പോൾ കല്ലുകൊണ്ടൊക്കെ വൃത്തിയാക്കിയാൽ വൃത്തിയാകുമോ? ഇല്ല. ഇനി ഒരാൾ മൂത്രമൊഴിച്ചു, അതല്ലെങ്കിൽ രണ്ടിന് പോയി, അത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ കൈ ഒന്ന് മുട്ടി മുഖം തടവിയാൽ നമ്മുടെ ശരീരം എങ്ങനെ ശുദ്ധിയുള്ളതാകുന്നത്? അതെങ്ങനെ ശരിയാകും യുക്തിപരമായി ചിന്തിക്കുമ്പോൾ? ഇപ്പോൾ ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്, അത് കുളി എന്ന അധ്യായത്തിലെ ഹദീസാണ്. പ്രവാചകൻ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു എന്ന് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഇത് മറ്റേ IPHന്റെ പുസ്തകമാണെങ്കിൽ 188 കുളി എന്ന അധ്യായത്തിലെ ഹദീസാണ്. അതിനകത്ത് പറയാണ്, അനസാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നബി, അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു, നബി ഒരു രാത്രിയിൽ, അതല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ തൻ്റെ ഭാര്യമാരുമായി 1 മണിക്കൂർ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിനകത്തുള്ളത്. അതായത് കാനൻ നബിയൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ, യത്തൂഫു അലാ നിസാഇഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായി ചുറ്റാറുണ്ടായിരുന്നു. യത്തൂഫ് അതിനകത്ത് പറഞ്ഞത് ബന്ധപ്പെടുക എന്നാണ്. അപ്പോൾ ഫി ലൈലത്തി വാഹിദത്തിൻ, അതായത് എല്ലാ ദിവസവും 1 മണിക്കൂർ. ഒരു സാഅത്തിൻ എന്ന പദമാണ് അതിനകത്ത് മുസ്ലിം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവര് പരസ്പരം പറയുകയാണ്, പ്രവാചകന് 9 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ അനസ് പറയാണ്, അല്ല 11 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോ അനസ് ചോദിക്കുന്നു, അനസിനോട് അവര് ചോദിക്കാണ്, അവക്കാന യുത്തിയക്കുഹു, നബിക്ക് അത്രയൊക്കെ കഴിവുണ്ടായിരുന്നോ? അപ്പൊ അനസ് പറയുവാണ്, അദ്ദേഹം 11 ഭാര്യമാരുമായി 1 മണിക്കൂർ ബന്ധപ്പെട്ട ശേഷം 1 കുളി കുളിക്കാറുണ്ടായിരുന്നു. 1 കുളി, അതിനിടയ്ക്ക് കഴുകുമെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹൈജീനിക് പേഴ്സണാലിറ്റി എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. അതായത് എത്ര കുളി കുളിക്കണം, ജനാബത്ത് കഴിഞ്ഞ, നമ്മുടെ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ വിഷയത്തിൽ നിന്നൊന്നും പോയിട്ടില്ല. 4:43 പറയുന്നതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാലുള്ള ഒരു കുളിയെ കുറിച്ചിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പൊ 11 ഭാര്യമാരുമായും 1 മണിക്കൂർ ബന്ധപ്പെട്ടിട്ട് ഒരേ ഒരു കുളി കുളിച്ച ടിയാനാണ് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും അതല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലം കൊണ്ടുമൊക്കെ വൃത്തിയാക്കാമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രവാചകന്റെ ലൈംഗിക ശേഷിയെയാണിത് കാണിക്കുന്നത്. 11 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 കുളിയെ പ്രവാചകൻ കുളിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ജീവിത രീതി കാട്ടറബി ഗോത്രീയതയാണ് എന്ന് പറയാതെ പറയുവാണ് ഇവിടെ. ഇതിനകത്ത് പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, ഓരോ ബന്ധത്തിന് ശേഷം കുളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അത് അനുവദനീയമാണ് എന്ന് പറയാനും പറ്റില്ല. പക്ഷേ 11 പേരെയും 1 മണിക്കൂർ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പ്രവാചകൻ കഴിവുള്ളവനായിരുന്നു എന്ന് കാണിക്കാനാണ്. പ്രവാചകൻ 30 പുരുഷന്റെ ശക്തിയുള്ളവനായിരുന്നു എന്നാണ് അനസ് ഹദീസിനകത്ത് പറയുന്നത്. കർമ്മശാസ്ത്ര നിയമപ്രകാരം ലൈംഗിക ബന്ധത്തിന് ശേഷം നിർബന്ധമായിട്ടും കുളിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇനി ഒളു എടുക്കണം എന്നതിലേക്ക് വരുവാണെങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു കുളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 1 കുളി മതി, ഒളു എടുത്താലും മതിയെന്ന. പ്രവാചകൻ അതും ചെയ്തിട്ടില്ല. അപ്പോൾ പ്രവാചകന്റെ ഭാര്യമാരുടെ എണ്ണം വരുമ്പോൾ 1 മണിക്കൂർ വരുമ്പോൾ 1 കുളി വരുമ്പോൾ പ്രവാചകന്റെ ആ വൃത്തി എന്താണ് എന്ന് വ്യക്തമാകുന്നു. അപ്പൊ എന്തായിരുന്നാലും 1 മുറിക്കകത്ത് തന്നെയാണ് ഇതൊക്കെ നടന്നത് എന്നുള്ളത് വാസ്തവമാണ്. കാരണം 1 മണിക്കൂറല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ പ്രവാചകന്റെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, സ്വർഗത്തെക്കുറിച്ചുള്ള വാഴ ഉസ്താദ് പറയുന്നത് പോലെ 1200 മുറി ഉണ്ടാകണം, 1200 ഏക്കർ ഉണ്ടാകണം, ഇവിടെ നിന്ന് കേരളം മൊത്തം നബിയുടെ കൊട്ടാരമായിരിക്കണം, അത്രയും മുറികൾ, അങ്ങനൊന്നുമല്ല. ഒരു ഗ്രൂപ്പ് സെക്സ് എന്നൊക്കെ പറയാം വേണമെങ്കിൽ. ഇനിയും മലമൂത്ര വിസർജനം നടത്തിയാലും സ്ത്രീയെ തൊട്ടാലും, അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. 4:43 എനിക്ക് തോന്നുന്നത് 5:6 കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിനകത്തും ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം നമസ്കാരത്തിനൊരുങ്ങുമ്പോൾ അംഗശുദ്ധി, അതായത് തഹൂറായിട്ടുള്ള വെള്ളം കൊണ്ട് ത്വഹാറത്ത് ചെയ്യണം എന്നാ പറയുക. വെള്ളം കിട്ടുന്നില്ല എങ്കിൽ ഭൂമിയുടെ ഉപരിതലം ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അതിന് പറയുന്ന പേരാണ് തയമ്മും എന്നാണ് പറയുക. തയമ്മും
അതായത് ശുദ്ധമായിട്ടുള്ള മണ്ണോ കല്ലോ മണലോ പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മുഖവും കൈയും തടവുന്ന ഒരു പ്രക്രിയ. അതിനാണ് വൊളു എന്ന് പറയുക. കൈയും മുഖവും പിന്നെ കൈ മുട്ടുവരെയും തലയുടെ 4/1 ഭാഗവും ഒക്കെ തടവുന്നതിന്. ഇനി നോക്ക്, വെള്ളം കിട്ടിയില്ലെങ്കിൽ യാത്രയിലോ മരുഭൂമിയിലോ വെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ രോഗമാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, വെള്ളം ഉപയോഗിച്ചാൽ ജീവൻ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകും, അതല്ലെങ്കിൽ സർജറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്, അതുമല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി, വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് മൃഗങ്ങളോ ശത്രുക്കളുടെയൊക്കെ ആക്രമണം ഉണ്ടാകും എന്നൊക്കെ ഭയപ്പെട്ടാൽ തയമ്മം ചെയ്താൽ മതി എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ വൃത്തിയെ കാണുന്നത് അണുബാധകൾ തടയുക എന്ന നിലയിലാണ്. 1. 2, നമ്മൾക്ക് വൃത്തിയില്ലായ്മ കാരണം മറ്റുള്ള ഒരാൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. വിയർപ്പ്, വായ്നാറ്റം, അങ്ങനെയൊന്നുമുള്ളൊരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള മറ്റു രീതികളൊന്നും നിലവിൽ നമുക്കറിയില്ല. ഇനി മണ്ണുകൊണ്ട് കൈയും പിന്നെ മുഖവുമൊക്കെ തടവിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് രോഗാണുക്കളെ നീക്കം ചെയ്യാൻ പര്യാപ്തമാകുന്നത് എന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഹലാലായിട്ടുള്ള മാർഗത്തിൽ അങ്ങനെ പറ്റുമായിരിക്കും. ഇനിയും ഇത് പ്രായോഗികമായ ഒരു ശുദ്ധീകരണ രീതി അല്ല. ഇനി പടച്ചോന്റെ മുമ്പിൽ പാലിക്കേണ്ടുന്ന ഒരു അച്ചടക്ക നടപടിയായിരിക്കും. അതല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ശുദ്ധീകരണമായിരിക്കും. 6-ാം നൂറ്റാണ്ടിലെ മരുഭൂമിയിലെ സാഹചര്യത്തിൽ, അന്നത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അന്നത്തെ പരിതസ്ഥിതിയിൽ മാത്രമാണ് ഈ വചനം പ്രായോഗികതയുള്ളത്. വെള്ളം വിലപ്പെട്ടതായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയായിരിക്കും, അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളുള്ള ഇന്നത്തെ കാലത്ത് മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള ഈ രീതി പിന്തുടരാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു സ്ഥായിയായിട്ടുള്ള നിയമം ഇസ്ലാമിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ശാസ്ത്രീയമല്ല, ഇത് യുക്തിപരമല്ല, ബുദ്ധിപരമല്ല, കർമ്മശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനൊരു ബദൽ മാർഗം എന്ന രൂപത്തിൽ വിശ്വാസികൾ അതിനെ കാണുന്നുണ്ടാകാം. പക്ഷേ ആധുനിക ശുചിത്വ ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അശാസ്ത്രീയതയാണ്. അപ്പോൾ തയമ്മം ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഒരാൾ ശുചിത്വ ബോധത്തോടുകൂടി യുക്തിപരമായ കാഴ്ചപ്പാടിലൂടെയും ഇതിനെ നോക്കുമ്പോൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ ശേഷം വൃത്തിയാക്കുക എന്നതൊരു മതപരമായ ചടങ്ങാണോ? ഒരു മതപുരോഹിതൻ വന്നിട്ട് ഒരു ഗ്രന്ഥം ഉദ്ധരിച്ച് അത് പറഞ്ഞ് പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും കഴുകാതെ പോയിട്ടുണ്ടോ? ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച് പോലും വിസർജനത്തിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകണം. നമ്മളൊക്കെ സോപ്പ് അതല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ അണുബാധകളെ ചർമ്മരോഗങ്ങളെയും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നത്. തയമ്മം എന്ന് പറയുമ്പോൾ കല്ലുപയോഗിച്ചിട്ട് ചിലപ്പോൾ വിസർജനം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 3 കല്ല് 5 കല്ല് 7 കല്ല് എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് ഈ കൈയും മുഖവും തടവുക എന്ന് പറയുമ്പോൾ ഇത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ അഴുക്ക് നീക്കം ചെയ്യുന്നില്ലല്ലോ, അതവിടെ നിൽക്കുവാണല്ലോ. അത് വസ്ത്രത്തിൽ പറ്റി പിടിക്കുന്നുണ്ട്. ഇനി 3 കല്ല് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 കല്ലും പറയുന്നുണ്ട്. 1, 3, 5, 7 എന്നാ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞിട്ട് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തയമ്മം ചെയ്ത് നമസ്കരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ അഴുക്കുണ്ട്. അത് ശുചിത്വം എന്ന് പറയുന്ന ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അഴുക്ക് ശരീരത്തിൽ ഉണ്ടായിരിക്കെ നടത്തുന്ന പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ശുദ്ധി ഉണ്ടാകുന്നത്? ഇനി അങ്ങനെ ഞാനൊക്കെ തയമ്മം ചെയ്ത് നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അയ്യോ, നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് കഴുകാൻ വെള്ളം കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ നമസ്കാരം ശരിയാകുന്നത്? അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം രൂപപ്പെട്ടത് അന്നത്തെ അറേബ്യൻ സാഹചര്യത്തിലാണ്. വെള്ളം ലഭിക്കാൻ പ്രയാസമുള്ള മരുഭൂമിയിലെ ഗോത്ര സമൂഹത്തോടാണ് ഈ പറഞ്ഞത്. അന്നത്തെ കാലത്ത് വെള്ളം കിട്ടാത്ത അടിയന്തിരമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വെള്ളം സുലഭമായി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോലും ഇതേ നിയമം പിന്തുടരുന്നത് യുക്തിസഹമല്ല. ഒരു കാര്യത്തെ പടച്ചവന്റെ നിയമം എന്ന് വിശ്വസിക്കുമ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറല്ലാത്ത ഒന്നല്ലേ? ഇത് തയമ്മം പോലെയുള്ള നിയമങ്ങളെ അശാസ്ത്രീയം എന്ന് വിളിക്കാൻ കാരണമല്ലേ? ഇത് യുക്തിപരമല്ല എന്ന് പറയാൻ കാരണമല്ലേ? ഇനിയും ഖുർആൻ പറഞ്ഞത്, ആ വചനത്തിൽ തന്നെ പറഞ്ഞത് സ്വഈദൻ ത്വയ്യിബൻ, സ്വഈദൻ ഉപരിഭാഗം, ത്വയ്യിബൻ ഏറ്റവും നല്ലത്, ശുദ്ധമായ മണ്ണ് എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. എത്ര ശുദ്ധമായിട്ടുള്ള മണ്ണാണെങ്കിലും ശരി, അതിനകത്ത് സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും ഒക്കെ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ലേ? മലമൂത്ര വിസർജനം കഴിഞ്ഞ ശേഷം ശരീരഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഈ മണ്ണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അണുബാധയ്ക്ക് വഴിവെക്കില്ലേ?
രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വെള്ളമോ സോപ്പോ പോലെയുള്ള വസ്തുക്കളല്ലേ ഉപയോഗിച്ച് നമുക്ക് ശീലമായിട്ടുള്ളത്. വിശ്വാസികൾ ഇതിനെ കാണുന്നത് മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. കാരണം ഇനിയും ടോയ്ലറ്റിൽ പോയിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ സാരമുള്ള നിസ്കരിക്കാൻ പറ്റിയല്ലോ. ഇനിയും ഇത് നമുക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ശുദ്ധിയായി എന്ന് നമ്മുടെ മനസ്സ് പറയണം. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന വലിയ ഒരു കടമ്പ ഇതിനകത്തുണ്ട്. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ വിസർജനത്തിന് ശേഷം ശരീരഭാഗങ്ങൾ കഴുകേണ്ടതിന് പകരം അനിവാര്യമായ ആ ഒരു പ്രോസസ്സിനെ അവിടെ മാറ്റി നിർത്തി അവിടെ വൃത്തിയാക്കാതെ മതപരമായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രം ശാസ്ത്രീയമായിട്ടുള്ള ശുചിത്വ മാനദണ്ഡങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വ്യക്തിയുടെ മതപരമായ ആരോഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ രൂപത്തിലുള്ള നയം സ്വീകരിക്കണം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വെള്ളം കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ പോലും ശുചിത്വം ഉറപ്പാക്കാൻ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ എന്തെല്ലാം വെറ്റായിട്ടുള്ള ടിഷ്യൂസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ അതൊരിക്കലും ഈ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല. അപ്പോൾ ഇസ്ലാം എന്ന മതം ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള രീതികളെ ഇത്രയും കാലവും പിടിച്ചു നിർത്തി. ഇന്നത് പറ്റില്ല. നിയമബോധവൽക്കരണം നടത്താൻ അവരെ കൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ടാണ് അതുപോലെയുള്ള ആചാരങ്ങളോട് അമിതമായിട്ടുള്ള വിധേയത്വം അവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ 1000 പേരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് അറബിയിൽ പറയുന്ന പേരാണ് തക്ലീദ്, അതായത് അന്ധമായ അനുകരണം. ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതെല്ലാം ശരി, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരി. ഈ അന്ധമായ അനുകരണം കാരണമാണ് ഇന്നും ഇസ്ലാം ഗോത്രീയതയാണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ജാമിദ ടീച്ചറിന് സമയമുണ്ടോ? നമ്മുടെ ഒരു സഹോദരി വന്നിട്ടുണ്ട്, ഏതോ ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ് ശ്രീ എന്നും പറഞ്ഞ വിളിക്കുന്നു, ശ്രീഭദ്ര എന്നും പറഞ്ഞ്. സമയമുണ്ടെങ്കിൽ ഏതെങ്കിലും ചോദിക്കട്ടെ. അല്ല, അതിനു മുമ്പ് ടീച്ചർ പറഞ്ഞതിനെക്കുറിച്ച് ഒരു സംശയം ഞാൻ ചോദിച്ചത്. പറഞ്ഞു പോയ ഒരു കാര്യമാണ്, അതിലൊന്ന് ഇച്ചിരി ഗൗരവമുള്ളതും ഒന്ന് താരതമ്യേന ഗൗരവം കുറഞ്ഞതുമാണ്. ചോദിക്കട്ടെ? ആ ടീച്ചർ പറഞ്ഞു ഈ 11 ഭാര്യമാരും ഓരോ മണിക്കൂർ ഇടവിട്ട് ചെലവഴിച്ച് ബന്ധപ്പെട്ടിരുന്നു. അത് ഒരു വീട്ടിൽ തന്നെയാണ്. ഒരു മണിക്കൂറിനകത്താണ്. അതെ, ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ വെച്ചാണോ എന്ന് സംശയം ഞാൻ ചോദിച്ചത്. കഴിച്ചിട്ട് 40 ഹോഴ്സ് പവർ ഉണ്ട്. അത് പോട്ടെ, ശ്രീഭദ്ര ചോദിക്കാനുള്ളത് ചോദിച്ചു. ഇപ്പോഴേ അല്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞില്ല. ടീച്ചർ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 11 പേരുന്നാണോ അതോ ഓരോരുത്തർക്കും 1 മണിക്കൂർ വെച്ചെന്നാണോ ടീച്ചർ ഉദ്ദേശിച്ചത്? എങ്ങനെയാണെന്ന് എന്തോ ചോദ്യമൊക്കെ ചോദിച്ചത് നല്ല കാര്യമുള്ള കാര്യമാണ്. അല്ല, അങ്ങനെ പറയല്ലേ, അദ്ദേഹത്തിന്റെ കാര്യമുണ്ടല്ലോ. നമ്മുടെ സംശയമല്ലേ ഒരു കുഴപ്പമില്ല, വളരെ ധൈര്യമായിട്ട് ചോദിച്ചു, ഒരു പ്രോബ്ലം ഇല്ല. സ്വാഭാവികമായിട്ട് ഇത് മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും. കാരണം ഓരോ മണിക്കൂറാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? 11 മണിക്കൂറുണ്ട് 11 ഭാര്യമാരുടെ വീടുകളിൽ എത്താൻ എന്താ കുഴപ്പമെന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും. ഒരു കുഴപ്പമില്ല, ഒറ്റ വീടാണ്, ഒറ്റ മണിക്കൂറാണ്, 11 ഭാര്യമാരാണ്, 30 ഹോഴ്സ് പവറാണ്. രാവിലെ ടീച്ചറെ ഞാൻ ചോദിക്കാൻ കാരണം ഈ 11 പേർക്ക് ഓരോ മണിക്കൂർ വെച്ചാണെന്നുള്ള ഇവരുടെ 5 നേരത്തെ നിസ്കാരത്തിനകത്ത് ഇത് ഉളി ചെയ്യാതെ ഇങ്ങനെ എങ്ങനെ നിസ്കരിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാരണം ഈ 4.25 മണിക്കൂറിനുള്ളിൽ നിസ്കാരം വരുമല്ലോ. ഈ 11 പേർക്ക് 11 മണിക്കൂർ പോകൂലേ? അതിനൊക്കെ ഒന്നെങ്കിൽ നിസ്കരിക്കാതിരിക്കണം, അല്ലെങ്കിൽ നിസ്കരിച്ചെങ്കിൽ ഉളി ചെയ്യാതെ നിസ്കരിച്ചിരിക്കണം. അതൊന്നും അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഒരു കുഴപ്പമില്ല, അതിന് മറുപടി ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും സെക്സ് ആരാധനയാണ്, കുഴപ്പമില്ല. അള്ളാഹു അതിനും പ്രതിഫലം തരുമല്ലോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് 1 മണിക്കൂറാണ് കേട്ടോ. തെറ്റിദ്ധരിക്കേണ്ട, നല്ല ഉദ്ദേശം കൊണ്ട് ചോദിച്ചതാണല്ലേ? അത് അല്ല, ഇത് ഇടയ്ക്ക് നമ്മൾ ഓരോരുത്തരും അറിയാതെ വിധി കൽപ്പിക്കാനായിട്ട് വിമർശിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ല, ശരിയല്ല എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം എനിക്കെന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം സെബാസ്റ്റ്യക്ക് ചോദിക്കാൻ, സെബാസ്റ്റ്യയുടെ ചോദ്യം എനിക്ക് ചോദിക്കാനേ പറ്റുകയല്ലോ. അതൊന്നും മനസ്സിലാക്കാം. അടുത്ത ആളിലോട്ട് പോട്ടെ. ഞാൻ തെറ്റിദ്ധരിച്ചു എന്റെ ഭാഗത്ത്. ശ്രീ കേൾക്കുന്നുണ്ടോ? ഇതാരാണ് ശ്രീ? നിശ്ചല്ലോ അല്ലല്ല, ഇത് മറ്റേ പുള്ളിക്കാരിയാ. പുള്ളിക്കാരുടെ പേരിന് ശ്രീഭദ്ര. അല്ലല്ല പാച്ചിച്ച, നിങ്ങളുടെ മറ്റേ ആ പുള്ളിക്കാരുടെ പേരിന്
ഞങ്ങളുടെ പുള്ളിക്കാരന്റെ നാട്ടിൽ പേരെന്താ വരുന്നത്? സാറ എന്നാണ്. അല്ല 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 അല്ല, സാറാമ്മ. 2 ദിവസം മുന്നേ സാറാമ്മ. സംസാരിച്ചതല്ല. അത് തന്നെ ആ സാറാമ്മ. പുള്ളിക്കാരുടെ ശരിക്കുള്ള പേരെന്നായിരുന്നു വായിച്ചാ? സാറാമ്മ. സാറാമ്മ അല്ലല്ലോ.